ഹലോ കൂട്ടുകാരെ, നമ്മുടെ 2026 വർഷത്തിൽ ഒരുപാട് പേര് ബി എസ് സി നഴ്സിംഗിന് വേണ്ടി നല്ലൊരു കോളേജ് അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങൾക്ക് മുൻപിൽ ഒരു വളരെ നല്ല അഫോർഡബിൾ ആയിട്ടൊരു ഓപ്ഷൻ ഞങ്ങൾ വെക്കുകയാണ്. മൊത്തം 2.5 ലക്ഷം രൂപയിൽ താഴെ ഫീസിൽ ബി എസ് സി നഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ എങ്ങനെയിരിക്കും? കേരളത്തിലല്ല, കേരളത്തിന് പുറത്തെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നിൽ. ട്യൂഷൻ ഫീസ്, ലൈബ്രറി ഫീസ്, ലബോറട്ടറി ഫീസ്, എക്സാം ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം ചേർത്ത് വർഷം വെറും 53,000 രൂപ ഫീസിൽ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് നിംഹാൻസിൽ പഠിക്കാം. നിങ്ങൾ SC/ST കാറ്റഗറിയാണ്, അല്ലെ OBC കാറ്റഗറിയാണ്, അല്ലെങ്കിൽ ജനറൽ തന്നെ EWS കാറ്റഗറിയിൽ വരികയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഫീസ് വെറും 38,000 രൂപയാണ് വർഷം വരുന്നത്. അതും ഇത്രയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്. ഇത് വളരെ നല്ലൊരു പാക്കേജ് അല്ല. ഈ ഒരു പാക്കേജ് ആണ് നിംഹാൻസ് ഓഫർ ചെയ്യുന്ന ബി എസ് സി നഴ്സിംഗ് പ്രോഗ്രാമിന്. പാരാമെഡിക്കൽ പ്രോഗ്രാമിനായിക്കൊള്ളട്ടെ, ഇപ്പം നിംഹാൻസിൽ ഓഫർ ചെയ്യുന്ന പാരാമെഡിക്കൽ പ്രോഗ്രാംസ് പ്രധാനമായിട്ട് 3 അതായത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്, അനസ്തേഷ്യ ടെക്നോളജി ഉണ്ട്, ന്യൂറോ ഫിസിയോളജി ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ 3 പാരാമെഡിക്കൽ പ്രോഗ്രാംസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഈ പാരാമെഡിക്കൽ പ്രോഗ്രാംസിന് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാരാമെഡിക്കൽ പ്രോഗ്രാമിന്റെ ഫീസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 3 വർഷത്തെ ഈ ഒരു പ്രോഗ്രാമിന് വർഷം വെറും 25,000 രൂപ മാത്രമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറും 75,000 രൂപ മുടക്കി ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം പഠിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന പോലെ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിൽ ആദ്യമായിട്ട് ഇവർ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ട ആപ്ലിക്കേഷൻ വിൻഡോ ഇപ്പോൾ ഓപ്പൺ ആണ്. ജൂലൈ മാസം, അതായത് ജൂൺ 15-ാം തീയതി വരെ ഈ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. nimhans.ac.in എന്ന് പറയുന്ന പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞങ്ങൾ ഒരു പ്രോസ്പെക്ടസിൽ, നിംഹാൻസിന്റെ പ്രോസ്പെക്ടസ് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ആവശ്യമാണെങ്കിൽ റൈസ് ടു വാറിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ജസ്റ്റ് ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കും. ഈ ഒരു നിംഹാൻസിന്റെ പ്രോസ്പെക്ടസ് കയ്യോടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വിൻഡോ ഈ ജൂൺ 15-ന് അവസാനിക്കുമെങ്കിലും ഇതിന്റെ ഒരു എൻട്രൻസ് ടെസ്റ്റിന് വേണ്ട ഡേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ജൂലൈ മാസം 27-ാം തീയതിയാണ്. ജൂലൈ മാസം 27-ാം തീയതി നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് ജൂലൈ മാസം 31-ാം തീയതി തന്നെ വരും. ജസ്റ്റ് 4 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മാസങ്ങളുടെ ഗ്യാപ്പ് ഒന്നുമില്ല. വെറും 4 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 6-ാം തീയതി ഇതിന്റെ റാങ്ക് ലിസ്റ്റ്, ഈ റിസൾട്ടിന്റെ ബേസിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതാണ്. ഈ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച ഉടനെ ഏകദേശം ഒരു ഓഗസ്റ്റ് 11-ാം തീയതിയോടെ ഇതിന് വേണ്ട അഡ്മിഷൻസ് നമുക്ക് കയ്യോടെ പോയി നിംഹാൻസിൽ എടുക്കാം. സെപ്റ്റംബർ 1-ാം തീയതി നിംഹാൻസിൽ ഈ ഒരു BSc പ്രോഗ്രാംസ്, BSc നഴ്സിംഗ്, അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ഫിസിയോളജി ടെക്നോളജി, ഈ 4 പ്രോഗ്രാംസിന്റെ ക്ലാസ് സെപ്റ്റംബർ മാസം 1-ാം തീയതി നിംഹാൻസിൽ ആരംഭിക്കുന്നതാണ്. ഈ അപ്ലൈ ചെയ്യുന്നതിന് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് മിനിമം ഏജ് ലിമിറ്റ് 17 വയസ്സാണ്, മാക്സിമം ഏജ് ലിമിറ്റ് 25 വയസ്സാണ്. ഈ ഒരു നിംഹാൻസ് എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിനുള്ള ഏജ് ലിമിറ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പരീക്ഷകൾക്ക് മിനിമം 45% മാർക്ക് വേണം എന്നൊരു ക്രൈറ്റീരിയ കൂടി ഇതിന്റെ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി ആയിട്ട് നിംഹാൻസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എത്ര സീറ്റുകളാണ് ഈ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാമിനും മറ്റ് BSc പ്രോഗ്രാമുകൾക്കുമായിട്ട് നിംഹാൻസിൽ നീക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നിംഹാൻസിൽ BSc നഴ്സിംഗ് പ്രോഗ്രാമിന് 35 സീറ്റുകളാണ് ഓൾ ഇന്ത്യ ഡൊമൈനിലേക്ക് നൽകിയിരിക്കുന്നത്. ഈ 35 സീറ്റിൽ ജനറൽ കാറ്റഗറിക്ക് 14 സീറ്റ്, EWSന് 3, OBC 9, SCക്ക് 6, STക്ക് 3 എന്നിങ്ങനെയാണ് ഓൾ ഇന്ത്യ കാറ്റഗറിയിൽ സീറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കൂടാതെ തന്നെ ഏകദേശം 50ഓളം സീറ്റുകൾ കർണാടക ഡൊമിസിൽ കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ അത് നേറ്റീവ് ഫോർ കർണാടക കന്നഡിയൻസിന് വേണ്ടിയായിരിക്കും നൽകുന്നത്. ഇനി അടുത്തൊരു കാറ്റഗറി BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കാറ്റഗറിക്ക് 4 സീറ്റാണുള്ളത്. അതിൽ ജനറലിന് 2, OBC 1, ST 1. ഇനി അടുത്ത അനസ്തേഷ്യ ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയിൽ 4 സീറ്റാണുള്ളത്. അവിടെ ജനറൽ 3, OBC 1 എന്നിങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. ന്യൂറോ ഫിസിയോളജി ടെക്നോളജിയിലേക്ക് വന്നാൽ അവിടെ ആകെ 2 സീറ്റ് മാത്രമാണ് ഓൾ ഇന്ത്യ സർക്കിളിലേക്ക് നൽകുന്നത്. അതിൽ ജനറലിന് 1, EWSന് 1, അതായത് ജനറലിൽ തന്നെ വീക്കർ സെക്ഷനായ EWSന് 1 സീറ്റാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു സീറ്റ്സ് നമ്മൾ പ്രയോജനപ്പെടുത്തുക, ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പം റിസർവേഷൻ അത്യാവശ്യം ഈ ഒരു നിംഹാൻസ് അലോട്ട്മെന്റിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് ആ റിസർവേഷൻ പ്രകാരം ഫില്ല് ചെയ്യാനായിട്ട് ആളില്ല എന്നുണ്ടെങ്കിൽ അത് ജനറൽ കോട്ടയിലേക്ക് നീക്കുന്നതായിരിക്കും എന്നാണ് ഈ ഒരു അവരുടെ പ്രോസ്പെക്ടസ് ഡീറ്റെയിൽ ചെയ്യുന്നത്. ഇതിന്റെ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ ഈ ഒരു ഏത് കാറ്റഗറി ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ട ഡോക്യുമെന്റേഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ജനറൽ കാറ്റഗറിയിലേക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതായത് OCI കാറ്റഗറിയിൽ പെട്ടവരെയും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ജനറൽ കാറ്റഗറിയിലേക്ക് OCI കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ A ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം രജിസ്ട്രേഷൻ അണ്ടർ OCI ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഇറ്റ്സെൽഫ്. ഇനി OBC കാറ്റഗറിയിലാണെങ്കിൽ നമ്മുടെ LBS പോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്
ഈ ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. ഇനി OBCയുടെ സെൻട്രൽ ലിസ്റ്റ് നോക്കി നിങ്ങളുടെ ഒരു കാസ്റ്റ് OBCയിൽ വരുന്നതാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. SC/ST കാറ്റഗറിക്ക് ആണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് ഏത് കാസ്റ്റ് ആണോ അതിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പം നേറ്റീവ് ലാംഗ്വേജിലാണെന്നിരിക്കട്ടെ, മലയാളത്തിലാണെന്നിരിക്കട്ടെ, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ അറ്റസ്റ്റഡ് കോപ്പി വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഇനി EWSനാണെങ്കിൽ EWSന്റെ സർട്ടിഫിക്കറ്റ്, അതായത് ആനുവൽ ഇൻകം ലെസ് ദാൻ 8 lakhs ഉള്ളവരെയാണ് നമ്മൾ EWS കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഈ ഒരു EWS കാറ്റഗറിയുടെ EWS സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. അതുകൂടാതെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ് പ്രകാരം ഗവൺമെന്റ് കോട്ടയിൽ ഏകദേശം ഒരു 5% സീറ്റ്സ് ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടി, ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബേസിസിലുള്ള റിസർവേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓൺലൈൻ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ. ഫിസിക്കൽ ഫോംസിൽ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ മെത്തേഡ്സും ഉണ്ടായിരിക്കുന്നതല്ല. ഇനി ഒരു കുട്ടിക്ക് മാക്സിമം 3 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ BSc നഴ്സിംഗിന് ട്രൈ ചെയ്യുന്ന കുട്ടിക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പാരലലി BSc അനസ്തേഷ്യ ടെക്നോളജിക്ക് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ന്യൂറോ ഫിസിയോളജി ടെക്നോളജിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. അങ്ങനെ ഈ ഒരു 3 പ്രോഗ്രാമുകൾക്ക് കൺകറന്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അല്ല, ഇതെല്ലാം ഒരു സിംഗിൾ ആപ്ലിക്കേഷനിൽ വേണം സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു റിസർവേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഏതെങ്കിലുമൊക്കെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലെയിം, ഇപ്പോൾ ഡിസബിലിറ്റി ക്ലെയിം ആയിക്കൊള്ളട്ടെ, റിസർവേഷൻ ക്ലെയിം ആയിക്കൊള്ളട്ടെ, ആ എന്ത് ക്ലെയിം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഉന്നയിച്ചാലും ആ ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റേഷൻസ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ഈ ഒരു എക്സാമിൽ കിട്ടുകയുള്ളൂ. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടാതെ മറ്റ് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. 10th അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ 12th മാർക്ക് ലിസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിപ്ലോമ പ്രോഗ്രാം, ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിപ്ലോമ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി TC നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ TCയുടെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ സമയത്ത് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഒരു TCയോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നും ഈ ഒരു സമയത്ത്, ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലഭ്യമല്ല എങ്കിൽ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പ്രോസ്പെക്ടസ് പറയുന്നത്. നമുക്ക് പരീക്ഷയെ പറ്റി ഒന്ന് കാണാം. ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് 100 മാർക്കിലാണ്, അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ അടങ്ങുന്ന 100 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മൊത്തം 90 മിനിറ്റ്സ് ടൈമാണ് നൽകുന്നത്. ഏതെങ്കിലും ഒരു തെറ്റുത്തരം എഴുതി കഴിഞ്ഞാൽ 0.25 മാർക്ക് ഡിഡക്റ്റ് ആകും. ഇനി അടുത്തതായിട്ട് സംഭവിക്കാനായിട്ടുള്ളത്, നിങ്ങളൊരു ചോദ്യം ഉത്തരം എഴുതിയില്ല എന്നിരിക്കട്ടെ, അൺആൻസേർഡ് ആയിട്ട് ലെഫ്റ്റ് ഇടുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, പക്ഷെ തെറ്റുത്തരത്തിന് 0.25 മാർക്ക് കുറയുന്നതായിരിക്കും. ഇനി ഈ ഒരു എക്സാമിന് നമ്മൾ തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം അവർ അപ്രൂവ് ചെയ്ത് നമ്മുടെ ഒരു അഡ്മിറ്റ് കാർഡ് അവർ നമുക്ക് ഈ ഒരു എക്സാമിന് ഒരാഴ്ച മുന്നേ അതിന് നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് അഡ്മിറ്റ് കാർഡോടുകൂടി വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഈ ഒരു ഞാൻ പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആയോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ സീറ്റിന്റെ ബേസിസിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഏകദേശം എത്ര സാധ്യതയുണ്ടോ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കാം. ഇനി നോർമലി നമ്മുടെ എല്ലാ എക്സാമിനും പോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മൊബൈൽ ഫോൺസ് ഒന്നും ഈ ഒരു എക്സാമിന് അനുവദനീയമല്ല. ഇതാണ് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച്, ഈ ഒരു എൻഹാൻസ് എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഈ MCQ മോഡിൽ നടക്കുന്ന 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഈ ഒരു എക്സാം നടക്കുന്നത് ബാംഗ്ലൂർ നിംഹാൻസിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു സെന്റേഴ്സും ഈ ഒരു ടെസ്റ്റിന് വേണ്ടി അവൈലബിൾ അല്ല, ബാംഗ്ലൂർ മാത്രമാണ് സെന്റർ ആയിട്ടുള്ളത്. ഇപ്പൊ നീറ്റ് ഒക്കെ പഠിച്ച് നീറ്റ് എക്സാമിനൊക്കെ വേണ്ടി വീണ്ടും റീ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർക്ക് വളരെ സക്സസ്ഫുള്ളി അപ്പിയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നിംഹാൻസിന്റെ എൻട്രൻസ് എക്സാം. കാരണം ഏകദേശം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് കൂടുതലായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്തു വരുന്നത്. അപ്പോൾ ഈ നീറ്റ് എക്സാം, റീ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, പഠിച്ച കുട്ടികൾക്ക് വളരെ സക്സസ്ഫുള്ളി അപ്പിയർ ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും പറ്റുന്ന ഒന്നാണ് നിംഹാൻസിന്റെ എക്സാം. ഇതിൽ ഞാൻ തുടങ്ങിയത് തന്നെ ഇത് പറഞ്ഞിട്ടാണ്, ഫീസിന്റെ കാര്യം അല്ലെ. ഈ ഫീസാണ് നിംഹാൻസിൽ പഠിക്കുന്നതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ എയിംസ്, നിംഹാൻസ് പോലുള്ള രാജ്യത്തിന്റെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുമ്പോൾ അത് വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഉള്ളൂ. ജനറൽ കാറ്റഗറിക്ക് 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫുൾ BSc നഴ്സിംഗ് പ്രോഗ്രാം പഠിച്ചു തീർക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയിൽ താഴെ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും.
ഇപ്പോൾ മറ്റ് BSc നഴ്സിംഗ് അല്ലാതെ മറ്റ് പ്രോഗ്രാംസിനാണ് പോകുന്നതെന്നിരിക്കട്ടെ, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ന്യൂറോ ഫിസിയോളജി ടെക്നോളജി ഒക്കെ ആണെങ്കിൽ 75,000 രൂപയെ താഴെ നിങ്ങൾക്ക് മുഴുവൻ കോഴ്സ് പഠിച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം പ്രയോജനപ്പെടുത്തുക, എല്ലാവരിലേക്കും അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ഇതിന്റെ ഒറിജിനൽ പ്രോസ്പെക്ടസ് വായിച്ച് ഇതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് ടു ആർ പേജിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ട പ്രോസ്പെക്ടസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. കൂട്ടുകാരെ, നിംഹാൻസ് പോലെ തന്നെ നമ്മുടെ LBSന്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ അപ്ഡേറ്റ്സ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. LBSന് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ LBS റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. BSc നഴ്സിംഗ് അഡ്മിഷൻ മുതങ്ങി BSc നഴ്സിംഗ് കംപ്ലീറ്റ് ആകുന്നത് വരെയുള്ള കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കോച്ചിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ റൈസ് ടു ആർ ത്രൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ RGHSന്റെ നിംഹാൻസ് ഉൾപ്പെടുന്ന RGHSന്റെ എക്സാം പ്രിപ്പറേഷൻ സീരീസ് നമ്മൾ ആരംഭിച്ചിപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. RGHS പഠിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും റൈസ് ടു ആർ എത്തിക്കുക. So let's start our journey with Rise to RN and become a good RN. Thank you. Bye-bye.